HMT ജംഗ്ഷനിലെ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുന്നത് നീട്ടിവെച്ചതായി മന്ത്രി പി രാജീവ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി രൂപം നൽകിയ ട്രാഫിക് പരിഷ്കാരം നടത്തുന്ന സ്ഥലം ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും മന്ത്രി പി രാജീവും സന്ദർശനം നടത്തിയിരുന്നു. എന്നാൽ ഇതിനു മുന്നോടിയായി നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ മഴ മൂലം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ട്രാഫിക് പരിഷ്കാരത്തിന് പുതിയ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. HMT ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി രൂപം നൽകിയ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുന്നതാണ് നീട്ടിവെച്ചത്. പരിഷ്കാരം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി HMT ജംഗ്ഷനിലും സമീപത്തുമായി നടത്തേണ്ട റോഡ് അറ്റകുറ്റപ്പണികളും മറ്റു ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും മഴ മൂലം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ നടപടി. ഓഗസ്റ്റ് 4 മുതൽ ട്രാഫിക് ക്രമീകരണം നടപ്പിലാക്കാനാണ് ആലോചിച്ചിരുന്നത്. എന്നാൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കഴിയുന്നത്ര വേഗത്തിൽ പുതിയ ക്രമീകരണം നടപ്പിലാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. വ്യവസായ മന്ത്രി പി രാജീവ്, ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥല സന്ദർശനം നടത്തിയ ശേഷമാണ് പുതിയ ട്രാഫിക് ക്രമീകരണത്തിന് രൂപം നൽകിയത്. ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം ഒറ്റവരിയായി മാത്രം ചുരുക്കി ഗതാഗതക്കുരുക്കഴിക്കാനാണ് തീരുമാനം. എന്നാൽ മഴയെ തുടർന്ന് വിവിധ വകുപ്പുകൾ പൂർത്തിയാക്കേണ്ട മുന്നൊരുക്കത്തിന് ഇനിയും താമസമുണ്ടാകും. അതുവരെ പരിഷ്കാരം നടപ്പാക്കുന്നത് നീട്ടിവെക്കുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയിൽ വ്യത്യസ്തത തേടി പോകുന്ന മലയാളികൾക്കൊപ്പമാണ് എന്നും നമ്മുടെ സോൾട്ട് റെസ്റ്റോറന്റ്. ഇനി മുതൽ പുതിയ രുചികളുടെ മേളമൊരുക്കി സോൾട്ട് കാക്കനാടും വരുന്നു. ഈ വരുന്ന ജൂലൈ 11 മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ഗ്രാൻഡ് സെന്ററിൽ നമ്മുടെ സോൾട്ടിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് വരാൻ പോവാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 11 നമുക്ക് കാക്കനാട് സോൾട്ടിൽ വെച്ച് കാണാം.